ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടില് പണ്ട് മറ്റേ VCD മേടിച്ചപ്പോ ഫസ്റ്റ് കണ്ട പടം വിക്രമാദിത്യൻ. ഹായ്, നമ്മൾ പിന്നെയും ഒരു മൂവിയുടെ റിയാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രവിതേജയുടെ മാസ് ജാത്തര. ജാത്തരയാണോ ജാത്തരയാണോ എന്ന് അറിയില്ല. കണ്ട ചിലപ്പോ പടത്തിൽ തന്നെ പറയായിരിക്കും പേര്. പടത്തിൽ എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. ശ്രീലേഖയാണ് നടി. ശ്രീലീലാണ് നടി. ഓക്കെ, നമുക്ക് കണ്ടിട്ട് തിരിച്ചു തരാം. ఇక్కడ ఒక కాలేజ్ స్టూడెంట్ చంపేశాడు సార్. వాడి బ్యాక్గ్రౌండ్ ఏంటి? రైల్వే పోలీస్. రైల్వే పోలీసా? తప్ప అన్ని డిపార్ట్మెంట్ లో ఏలు పెడుతూ ఉంటారు. సైన్స్ అంటే నాకు మస్త్ ఇష్టం. ఇంటర్మీడియట్ లో నాకు 100 out of 100. ఇంటర్ లో ఉన్నది 60 మార్కులే కదా. చేసేద్దాం ఏంటి? ఏంటి? నాకంటూ ఒక హిస్టరీ ఉంది. డాన్స్ ఉంటుంది. డిస్టర్బ్ చేశారనుకోండి చాలా వైల్డ్ గా రియాక్ట్ అవుతాడు. ట్విట్టర్ లో ఒకడు మా హీరో టీజర్ బాగోలేదన్నాడు, అందుకే వాడిని తగులుకున్నాం. అడ్రస్ పెట్టు, అడ్రస్ పెట్టు. అడ్రస్ పెడితే ఏం చేస్తావు? స్విగ్గీలో ఆర్డర్ చేస్తావా? 27 August. നീ രാജമൗലിയുടെ വിക്രമാദിത്യൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. അതിനകത്ത് രവിതേജ നടൻ കറക്റ്റ് അതേ സീനുകൾ ഇതിനകത്തുണ്ട്. അതിന്റെ റീമേക്ക് ആണെന്ന് തോന്നിപ്പോ. അതിന്റെ റീമേക്ക് ഓൾറെഡി ഹിന്ദിയിലുണ്ട്, തമിഴിൽ നമ്മൾ കാർട്ട് ചെയ്തിട്ടുണ്ട്. സിരിത്തൈ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഡബിൾ റോളിലുള്ള അതിന്റെ ഒറിജിനല് രാജമൗലിയുടെ പുള്ളിയായിരുന്നു നടൻ. അപ്പൊ കറക്റ്റ് അതിനകത്ത് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള ഫൈറ്റ് ഉണ്ട്, പിന്നെ പോലീസ് വേഷം. ഈ രവിതേജ അതേ ലുക്കിൽ തന്നെ മീശയൊക്കെ പിടിച്ച് അതേ ഒരു എന്തോ റെയിൽവേയില് വരെ കള്ളക്കടത്ത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പുള്ളിയുടെ പടങ്ങള് പൊതുവെ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഇതില്ലാത്ത പോലെയാണ്. അല്ല, പണ്ട് ഞാനൊക്കെ ആദ്യം തെലുങ്ക് സിനിമ കാണുമ്പോ കൂടുതൽ ഈ പുള്ളിയുടെ പടമൊക്കെ വന്നേക്കണേ. ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടില് പണ്ട് മറ്റേ VCD മേടിച്ചപ്പോ ഫസ്റ്റ് കണ്ട പടം വിക്രമാദിത്യൻ. എനിക്ക് പേരറിയില്ല, പക്ഷെ ഇപ്പൊ ഇതിന്റെ കാർത്തിക പടത്തിന്റെ അറിയാൻ മനസ്സിലായി. തമന്നെ ഉണ്ട്. പിന്നെ ഓൾഡ് മറ്റേ അമ്മയായിട്ട് കാണിക്കണ ഒരു ക്യാരക്ടർ ഉണ്ടോ, കൊച്ചിന്റെ അമ്മയായിട്ട് മുൻപാരായിട്ട്. അത് എനിക്ക് തോന്നണ ജ്യോതിക അങ്ങനത്തെ എന്തൊരു ഓർമ്മ. പക്ഷെ ഈ പുള്ളിയുടെയാണ് ആദ്യം മുതലൊക്കെ നമ്മൾ കണ്ടോണ്ടിരുന്നത്. അത്ര ഭയങ്കര എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇല്ല ടീച്ചറില്. എൻജോയബിൾ ആയിരിക്കും. പിന്നെ ശ്രീലീലയുടെ ഡാൻസ് എന്തായാലും ശ്രീലീലൊന്നും എന്തോ മേക്കപ്പ് ചെയ്തൊന്ന് ടോൺ ഡൗൺ ചെയ്ത പോലെ ഒരു ഫീലിംഗ്. അത് നാട്ടുകാരി ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ പുള്ളിയുടെ ചീത്തപ്പേര് പോകുന്നോന്നല്ല, പ്രായം കുറഞ്ഞ നായികമാരെ എടുക്കണമെന്നുള്ള ചീത്തപ്പേര് കണ്ടിന്യൂ ആയിക്കോട്ടെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മാസ് മഹാരാജാണ് പുള്ളി. കമ്പാരിട്ടായിരിക്കാം ചിലപ്പോ. നോക്കാം, നല്ലൊരു മാസം ഉണ്ടാവും വിചാരിക്കാം. നമുക്ക് ഇനി പടം ഇറങ്ങിയിട്ട് നോക്കാം. 27 August കണ്ടിട്ട് നമ്മളതിന്റെ റിവ്യൂ പറയാനായിരിക്കും. ഓക്കെ, കാണാം. ബൈ.